എല്ലാവർക്കും റൈറ്റേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HSA സോഷ്യൽ സയൻസിൻ്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും നല്ല തകൃതിയായിട്ട് നടക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിന്ന് അതിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കാണണം, എന്നിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജി എൻ പി അറ്റ് മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ GNP MP. ഓക്കെ, ഈ MP എന്നുള്ളത് നമ്മൾ താഴെ കൊടുക്കുന്നത് കേട്ടോ, രണ്ട് ഇതുപോലെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പം GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കണക്കാക്കുന്ന സമവാക്യം എന്തെന്നാണ് ചോദ്യം. ഒരു ഇക്വേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്: GNP MP ഈക്വൽ ടു GDP MP മൈനസ് NFIA, GNP MP ഈക്വൽ ടു GDP MP പ്ലസ് NFIA, GNP MP ഈക്വൽ ടു GDP MP ഇൻറ്റു NFIA, GNP MP ഈക്വൽ ടു GDP FC പ്ലസ് NIT. ഓക്കെ, അപ്പോൾ കുറേ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ഇക്വേഷനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനും ടെൻഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും പേടിക്കേണ്ട. നമുക്കത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റ് ചില കാര്യങ്ങളൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യം നമുക്ക് GNP എന്താണെന്ന് നമുക്ക് നോക്കാം. GNP എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയും. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ GDP GNP ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. GDPയും അതുപോലെ GNP ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭൗമ ടെറിട്ടറിയിൽ, ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയുടെ GDP കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ മാപ്പിനകത്തിലെ ഇന്ത്യയും, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യക്ക് ഏതെങ്കിലും എംബസി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഏതെങ്കിലും മിലിറ്ററി എൻക്ലേവ് ഉണ്ടെങ്കിൽ അത് അവിടെ, അങ്ങനെ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളിലെ ടെറിട്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുകയാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഈ GDPയിൽ, ഇന്ത്യൻ GDPയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ സ്ഥാപനങ്ങളുടെ വരുമാനവും നമ്മുടെ GDPയിൽ കൂട്ടാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വിദേശ പൗരന്മാർ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൈസയും നമ്മുടെ GDPയിൽ കൂട്ടാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വ്യക്തി വന്നിട്ട് ഒരു അമേരിക്കൻ കമ്പനി സ്ഥാപിക്കുന്നു, അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ വരുമാനം അയാൾ അമേരിക്കയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വരുമാനം നമ്മുടെ GDPയിൽ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഇവിടുന്ന് പുറത്തേക്ക് അയക്കുന്ന പൈസയും നമ്മുടെ GDPയിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, GDPയിൽ ഫോറിൻ നാഷണലിൻ്റെ വരുമാനം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി GNP എന്താണെന്ന് പറയാം. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം. അതായത് ഇപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ ഇപ്പം ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന അത് പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ പുള്ളി ഇന്ത്യക്ക് പുറത്തു പോയി ഇന്ത്യക്കാർ പൈസ ഉണ്ടായി കഴിഞ്ഞാലും അത് എന്താണ് വരുന്നത്? ഇന്ത്യയുടെ GNPയിൽ വരാറുണ്ട്. ദുബായിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് പൈസ അയച്ചാൽ അത് GNPയിൽ കൂട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അത് GDPയിൽ വരത്തില്ല. അപ്പം GNP പ്യൂർലി ബേസ്ഡ് ഓൺ നാഷണാലിറ്റി. GDP എന്ന് പറഞ്ഞാൽ ആ ടെറിട്ടറി മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് GNP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. GNP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GNP ഈക്വൽ ടു GDP പ്ലസ് NFIA. അപ്പം GNPയിൽ എന്തൊക്കെ വരുന്നുണ്ട്? GDP വരുന്നുണ്ട്, അതുപോലെ തന്നെ NFIAയും വരുന്നുണ്ട്. NFIA എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള വരുമാനം, വിദേശത്തു നിന്നുള്ള നെറ്റ് ഫാക്ടർ ഇൻകം നമ്മൾ ഇതിനകത്ത് കൂട്ടുന്നുണ്ട്. GDPയോടൊപ്പം കൂട്ടിയിട്ടാണ് GNP കണ്ടുപിടിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ GDPയുടെ ഇക്വേഷൻ എന്താണ്? GNPയുടെ ഇക്വേഷൻ എന്താണ്? GNP ഈക്വൽ ടു GDP പ്ലസ് NFIA. ക്ലിയർ ആണോ? സെറ്റാണല്ലോ. ഇനി ഇപ്പം നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, GNP എങ്ങനെ GDPക്ക് ഈക്വൽ ആകുന്നത്? കാരണം GNP എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ വരുമാനമല്ലേ, GDP എന്ന് വെച്ചാൽ ഫോറിനറിൻ്റെ വരുമാനം ഇല്ലേ അതിനകത്ത്? അതപ്പം നമുക്ക് കൺഫ്യൂഷൻ തോന്നില്ലേ? നമുക്കത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ GDP ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിൽ നിർത്തിക്കോ. GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഉൽപ്പാദനങ്ങളുടെ ആകെ മൂല്യം. ഇനി നമുക്ക് കളി ഇവിടെ വരുന്നത് NFIയുടെ കാൽക്കുലേഷനാണ്.
NFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റാണ്, നെറ്റ് തുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിദേശത്ത് നിന്ന് ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ, ഒരു ഇന്ത്യൻ നാഷണൽ വിദേശത്ത് നിന്ന് അയക്കുന്ന പൈസ മൈനസ് ഒരു ഫോറിൻ നാഷണൽ വിദേശത്തേക്ക് അയക്കുന്ന പൈസ, ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ GDP ഉണ്ടല്ലോ, GDPക്കകത്തുനിന്ന് നമ്മുടെ രാജ്യത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനകത്തുനിന്ന് ഫോറിൻ ആൾക്കാർ അയക്കുന്ന പൈസ കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ അയക്കുന്നത് കൂട്ടണം. ക്ലിയർ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. GNP എങ്ങനെ കണ്ടുപിടിക്കുന്നത്? GDP. ഈ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെറിട്ടറിക്കുള്ളിൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെ തുകയാണ്. അതിനകത്ത് ഫോറിൻ നാഷണലിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് GNP എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? GNPയിൽ ഫോറിൻ നാഷണലിൻ്റെ വരാൻ പാടില്ല, ഇന്ത്യൻ പൗരൻ്റെ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ GDPക്കകത്തുനിന്ന് ഫോറിൻ നാഷണലിൻ്റെ ഇൻകം, പുള്ളി നാട്ടിലോട്ട് അയക്കുന്ന പൈസ അല്ലേ, നമ്മുടെ മൊത്തം GDPന്ന് അമേരിക്കൻ കമ്പനി ഉണ്ടാക്കുന്ന പൈസയാണ് ഫോറിൻ നാഷണൽ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് അതിനോടൊപ്പം റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇന്ത്യൻ നാഷണൽസ്, അതായത് നമ്മുടെ പൗരന്മാർ ലോകത്ത് എവിടെ നിന്നെല്ലാം ഉൽപ്പാദിപ്പിച്ചു അത് കൂട്ടുക. അപ്പോൾ എന്ത് വരുന്നു? അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. GNP ഈക്വൽ ടു GDP പ്ലസ് ഇന്ത്യൻ നാഷണലിൻ്റെ വരുമാനം മൈനസ് ഫോറിൻ നാഷണലിൻ്റെ വരുമാനം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇന്ത്യൻ നാഷണലിൻ്റെ വരുമാനം മൈനസ് ഫോറിൻ നാഷണലിൻ്റെ വരുമാനമാണ് NFIA എന്ന് പറയുന്നത്. അപ്പോൾ GDP പ്ലസ് NFIA ആണ് GNP എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് നിങ്ങൾ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയി ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. സിമ്പിളാണ് കാര്യം. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോടാ. GNP ഈക്വൽ ടു GDP പ്ലസ് NFIA. NFIA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തേക്ക് നമ്മളുടെ പൗരന്മാരയക്കുന്ന മൊത്തം തുക മൈനസ് ഇവിടുന്ന് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്തിട്ട് വിദേശ പൗരന്മാരുണ്ടാക്കുന്ന പൈസ കുറയ്ക്കുക. ആ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NFIA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അത് GDPയോടൊപ്പം കൂട്ടുമ്പോഴാണ് നമുക്ക് GNP കിട്ടുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, ആ ഭാഗം ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക. ആ ഇക്വേഷൻ ഫോം ചെയ്യുന്നൊന്ന് എഴുതി വെച്ചോളുക. അപ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ. ക്ലിയർ ആണ്? നമുക്കിനി നോക്കാം. ഒന്നാമത്തെ ആൻസർ എന്താണ്? GNP എന്താണ്? GDP പ്ലസ് NFIA. ഓക്കെ, GNP MP ഈക്വൽ ടു GDP MP. ഈ MB എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൺഫ്യൂഷൻ വേണ്ട. GNP GDP പ്ലസ് NFIA. ഇവിടെ MB ആണെങ്കിൽ MB എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, GDP MB എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, ദാറ്റ് ഈസ് NFIA. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഒരു എക്സാമ്പിൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ, സംഭവം സെറ്റാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം കൂടെ നോക്കാം. ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ മുമ്പേ GNP MB എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, GNP MB. അപ്പോൾ അവിടെ MB എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, GNP MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എന്നാണ്. അത് മാർക്കറ്റ് പ്രൈസിൽ GNPയുടെ വില. ഓക്കെ, നമുക്ക് നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല തരത്തിൽ അതിൻ്റെ ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, GDP ഉണ്ട്, GNP ഉണ്ട്, NDP ഉണ്ട്, NNP ഉണ്ട്. ഇങ്ങനെ പല തലങ്ങളിലായിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ എന്താ പറയുന്ന ആവശ്യങ്ങളുണ്ടെന്ന് തന്നെ കൂട്ടിക്കോളും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ GNPയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ രാജ്യത്തിൻ്റെ പൗരന്മാരുണ്ടാക്കുന്ന പൈസ ആണ്. ഇനി നമുക്ക് GNP എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയിൽ എത്ര വരും എന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റ് വിലയിൽ GNP എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഇനി മാർക്കറ്റ് വില എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവ് കടയിൽ കൊടുക്കുന്ന അവസാന വിലയ്ക്ക് പറയുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ വാങ്ങാൻ പോകുന്നു. ഓക്കെ, ഇപ്പം മൊബൈൽ ഫോണിൻ്റെ വില 5000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്നത് എത്രയാണ്? ഇപ്പം 5000 രൂപ MRP അടിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് 4500 രൂപയാണെന്ന് കരുതുക. അപ്പം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 4500. കൊടുക്കുന്ന അവസാനത്തെ വിലയാണ്. ഓക്കെ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് അല്ല, കൊടുക്കുന്ന അവസാന വില, അതാണ്
മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. എങ്കിലല്ലേ ഇത് കൂട്ടുമ്പോൾ ശരിയാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ ജി ഡി പി എടുക്കുമ്പം അതിൻ്റെ ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഏതിലാണ് എടുക്കുന്ന? മാർക്കറ്റ് പ്രൈസിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതായത് ഇത് ഉപഭോക്താവിൻ്റെ ചെലവിനെ കാണിക്കുന്നു. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ കൊടുക്കുന്ന പൈസ. ഇത് ഈ കൊടുക്കുന്ന പൈസ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അയാളുടെ ചെലവാണ്. അപ്പം ഒന്ന് ഓർത്ത് നോക്കുക, ഒന്നാമത്തെ പോയിന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവ് ഫൈനലി കൊടുക്കുന്ന വിലയാണ്, അത് ഒരു കൺസ്യൂമറിൻ്റെ ചെലവ് കൂടിയാണ്. ക്ലിയർ? അപ്പം നമുക്ക് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഓക്കെ, അത് നമുക്ക് ആ ഫാക്ടർ കോസ്റ്റൂടെ പറഞ്ഞിട്ട് ഞാൻ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പം മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവ് കടയിൽ കൊടുക്കുന്ന അവസാനത്തെ വില. ക്ലിയർ ആണ്? ഓക്കെ, ഞാൻ ഇനി ഫാക്ടർ കോസ്റ്റിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടിയല്ലോ, ഇനി നമുക്ക് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരാറുണ്ട്. ഓക്കെ, ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനത്തിനായി ഉൽപാദക ഘടകങ്ങൾക്ക്, അതായത് ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് എന്നിവയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന് പറയുന്ന പേരാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാം. ഉദാഹരണത്തിന് ഒരു കാർ കമ്പനി, ഇപ്പം മാരുതിയോ ടൊയോട്ടോ ഏതെങ്കിലും ഒരു കാർ കമ്പനി എടുക്കുക. ഈ ഒരു കാർ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഓക്കെ, ആ 4 ലേബറുണ്ട്, ലാൻഡുണ്ട്, ക്യാപിറ്റലുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. ഇത് 4 കൂടെ ചേർന്നാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ. ഇവിടെ ഉദാഹരണമായിട്ട് ഞാൻ കാർ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും 4 കൂടെ അതിൻ്റെ ഒരു റേഷ്യോയിൽ ചേർന്ന്. ഇപ്പം നമ്മൾ ലേബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ ഈ കാർ നിർമ്മിക്കാൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് തൊഴിലാളികൾ. അപ്പോൾ അവർക്കെല്ലാം കൊടുക്കുന്ന ശമ്പളം അപ്പോൾ 5000 രൂപ എന്ന് കരുതുക, അവർക്ക് കൊടുക്കുന്ന ശമ്പളം. അപ്പോൾ ലേബറായേ. ഓക്കെ, ഇനി നമുക്ക് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാറ് മാനുഫാക്ചറിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ ലീസിന് എടുക്കുകയോ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കാർ കമ്പനി തുടങ്ങിയത്, അതിനുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലം നമ്മൾ ലീസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെൻറ്റ് തുക കൊടുക്കേണ്ടി വരത്തില്ല. അത് നമ്മളൊരു 1000 രൂപയെന്ന് കരുതുക, സപ്പോസ് കരുതുക. ഓക്കെ, അപ്പം അതിൻ്റെ ചിലവായി. അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഈ കാറ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പൈസ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോക്കൽ മണി ലെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ നമ്മൾ കടം മേടിച്ചു. അപ്പം അയാൾക്ക് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ നമ്മൾ വാങ്ങിച്ച സ്ഥിതിക്ക് അതിൻ്റെ പലിശ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ പലിശ ഒരു 500 രൂപയെന്ന് കരുതുക. ഓക്കെ, ഇനി ഓണ്ടർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഉൽപാദകൻ ആരാണോ നോക്കി നടത്തുന്ന ആ ഉൽപാദകന് വേണ്ട ലാഭം. അപ്പോൾ ആ ലാഭം ഒരു 1000 രൂപ എന്ന് കരുതുക. ഓക്കെ, ഇത്രയും കൂടെ കൂട്ടിക്ക് 5000 പ്ലസ് 1000 6000, 6500, 1000 7500. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ചിലവായ പൈസയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കുക, ടാക്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ടാക്സ് ഇല്ല, സബ്സിഡി ഇല്ല, ഒന്നുമില്ല. ചിലവായ പൈസ മാത്രം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഒരു സാധനം നിർമ്മിക്കാൻ വേണ്ട ചെലവും ലാഭവും, ആ ലാഭം എന്ന് പറയുന്നതാണ് ആ ഓണറിന് കിട്ടുന്ന പൈസ, ഓണ്ടർപ്രണർഷിപ്പിനുള്ള തുക. അതിനാണ് ലാഭം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചിലവാന്ന് തന്നെ കരുതിക്കോളൂ. അപ്പം ചിലവും ലാഭവും കൂടെ ചേർക്കുന്നതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് മറ്റേ ഫോർമുലയിലേക്ക് വരാം. മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞല്ലോ, ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഇനി അതിലേക്ക് ഞാൻ വരാം. മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ആദ്യം ഫാക്ടർ കോസ്റ്റ്. ഇവിടെ ഫാക്ടർ കോസ്റ്റ് എത്ര, 7500. അപ്പോൾ 7500 പ്ലസ് പിന്നെ ടാക്സ്. അതിന് എന്തായാലും നമ്മളൊരു കാർ നിർമ്മിക്കുകയല്ലേ, അപ്പോൾ ടാക്സ് എന്ന് കരുതുക, 1000 രൂപ ടാക്സ് ആണെന്ന് കരുതുക. ഞാനിതെല്ലാം കൂട്ടുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫിഗർ എടുക്കുന്നത്. ആക്ച്വലി ഈ ഫിഗറേ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് വന്നു. പിന്നെ സബ്സിഡി. ഇപ്പം ചില പ്രൊഡക്റ്റുകൾക്ക് സർക്കാർ എന്ത് ചെയ്യും, സബ്സിഡി വെക്കും. സർക്കാർ സബ്സിഡി 20000 രൂപ അല്ലെങ്കിൽ 5000 രൂപ. നിങ്ങൾ ചില ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെയൊക്കെ വില ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാറുണ്ട്. അപ്പോൾ സബ്സിഡി തുക എപ്പോഴും മാർക്കറ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറയ്ക്കുക ചെയ്യാറുള്ളത്. ഓക്കെ, സബ്സിഡി ചിലപ്പോൾ ഒരു 500 രൂപ എന്ന് കരുതുക.
ഓക്കെ, അപ്പോൾ എത്ര ആയിരിക്കും മാർക്കറ്റ് പ്രൈസ്? 7500 പ്ലസ് 1000, 8500 മൈനസ് 500 എത്ര വരും? 8500 മൈനസ് 500 8000 രൂപ. ഇതാണ് മാർക്കറ്റ് വില എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സബ്സിഡി എന്തുകൊണ്ട് കുറയ്ക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ 500 രൂപ കൊടുക്കണ്ട, പക്ഷേ കമ്പനിക്ക് ഗവൺമെൻറ് 500 രൂപ കൊടുത്തോളൂ. നിങ്ങൾക്ക് വേണ്ടി കമ്പനി 500 കൊടുക്കും. അതാണ് സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണം ഫാക്ടറി കോസ്റ്റ് 900, ഇൻഡയറക്റ്റ് ടാക്സസ് 100, സബ്സിഡി 50. അപ്പം മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 900 പ്ലസ് ടാക്സ് 100 മൈനസ് സബ്സിഡി 50 ഈക്വൽ ടു 950. ഓക്കെ, ഇതാണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമ്മൾ ഫാക്ടർ കോസ്റ്റിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പം കുറവായിരിക്കും, പക്ഷേ മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് കൂടുതലായിരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണോ കൂടുതൽ, അല്ലെങ്കിൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണോ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അതിനകത്ത് ടാക്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? സെറ്റാണേ പോയിന്റ്? ക്ലിയർ ആണേ? ക്ലിയർ. പിന്നെ ചോദിക്കും, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നിട്ട് ചോദിക്കും, ഫാക്ടർ കോസ്റ്റിനകത്ത് ടാക്സും സബ്സിഡിയും ഉൾപ്പെടുത്തുന്നില്ല, പക്ഷേ മാർക്കറ്റ് പ്രൈസിനകത്ത് ടാക്സും സബ്സിഡിയും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം ഫാക്ടർ കോസ്റ്റിനകത്ത് ടാക്സും ഇല്ല, സബ്സിഡിയും ഇല്ല. പക്ഷേ നമ്മളുടെ മാർക്കറ്റ് പ്രൈസിനകത്ത് ടാക്സുമുണ്ട്, സബ്സിഡിയുമുണ്ട്. ക്ലിയർ ആണ്? ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങ് പോയാൽ മതി. ക്ലിയർ. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് നോക്കാം, NNP. അതിന് നമ്മൾ മലയാളത്തിൽ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയും. നമ്മൾ ഗ്രോസ് GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അറ്റ ദേശീയ ഉൽപ്പന്നം എന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ക്ലിയർ. നോക്കാം. ഇപ്പം നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പഠിച്ച നമ്മൾ GDP പഠിച്ചു, പിന്നെ അതുപോലെ തന്നെ GNP പഠിച്ചു. ജിയിൽ തുടങ്ങുന്നതൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് NDP പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ NNP പഠിക്കാറുണ്ട്. ഇവിടെ G അല്ലേ? ജിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ N കിട്ടും എന്ന് മാത്രം പഠിച്ചാൽ മതി. ജിയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ N കിട്ടും. അതായത് GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NDP കിട്ടും. അതുപോലെ തന്നെ GNPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ NNP കിട്ടും. ഓക്കെ, ഇതാണ് ഫോർമുല. ഇത് നിങ്ങളങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് സിമ്പിൾ ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനുള്ള ഷോർട്ട് കട്ടാണ് ഈ പറഞ്ഞത്. അപ്പം നോക്ക്, അറ്റദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പം എന്താ പറയുന്നത്? NNP എന്ന് വെച്ചാൽ എന്താണ്? GNP മൈനസ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയും. അപ്പം നോക്കാം, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? GDP ആണല്ലേ, മൈനസ് നികുതി അല്ല കുറയ്ക്കുന്നത്, ഡിപ്രീസിയേഷനാണ്. അപ്പോൾ ഇത് തെറ്റ്. നിക്ഷേപം കൂട്ടുന്നില്ല, നികുതിയുമല്ല. അപ്പം നികുതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് കട്ട് ചെയ്തേക്കാം. ബാക്കി എന്താണ്? തേയ്മാനമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം എടുക്കാം. മൊത്ത ദേശീയ ഉൽപ്പന്നം അതായത് GNP മൈനസ് തേയ്മാന ചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? NNP ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ, അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് അല്ലെങ്കിൽ GNPയിൽ നിന്ന് എന്താ പറയുന്നത്, ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? GNP കിട്ടുന്നത്. ശരിക്കും ഈ GNP അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത് യഥാർത്ഥ വരുമാനമാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നല്ല ഒറിജിനൽ വരുമാനം, ഉൽപ്പാദന മൂല്യം NNP ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് കാരണമുണ്ട്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചെലവ് എന്താണെന്ന് പഠിക്കാം. തേയ്മാന ചെലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തേയ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ലേ? അഗ്രികൾച്ചർ മുതൽ മാനുഫാക്ചറിങ് എല്ലാ രംഗത്തും നമ്മൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം പല മെഷീൻസും ഉപയോഗിക്കാറുണ്ട്. ഈ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ പല മെഷീൻസിന് തേയ്മാനം സംഭവിക്കാറുണ്ട്. ചില മെഷീൻസ് കംപ്ലൈൻ്റ് ആയി പോകും, അല്ലെങ്കിൽ ചില മെഷീൻസ് നമ്മൾ ഒന്ന് വെച്ചിട്ട് നമ്മൾ മറ്റൊരെണ്ണം വാങ്ങാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചിലവാകുന്നുണ്ട്. അപ്പം മെഷീൻസ് അതായത് മെഷീന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്, മെഷീൻ നശിച്ചു പോകാറുണ്ട്, മെഷീൻ കാലഹരണപ്പെട്ടു പോകാറുണ്ട്.
ചില മെഷീൻസ് കംപ്ലൈൻ്റ് ആയിട്ട് പുതിയത് മേടിച്ച് വെക്കാറുണ്ട് ഇല്ലേ. നമ്മൾ എവിടെ എടുത്താലും ഇപ്പം നമ്മൾ എന്താ പറയുന്ന ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെടുത്താലും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ല ഏത് കമ്പനി പ്രൊഡക്ഷൻ എടുത്താലും ഈ ഡിപ്രീസിയേഷൻ സാധാരണ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു നമുക്കൊരു നഷ്ടമാണ്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വരുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നഷ്ടമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥ വരുമാനം എന്ന് പറയുമ്പം ഈ ഡിപ്രീസിയേഷൻ കുറച്ചുള്ളതാണ് യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ഒരു ആൾ ടാക്സി ഓടിച്ച് ജീവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു മാസത്തെ വരുമാനം ഒരു 30,000 രൂപ എന്ന് കരുതുക, 30,000 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇയാൾ ഒരു വർഷം എത്ര രൂപ ഉണ്ടാക്കാറുണ്ട്? 3,60,000 രൂപ ഉണ്ടാക്കാറുണ്ട് അല്ലേ. 3,60,000 ആണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ടാക്സി ഒരു വർഷം നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ടാക്സിക്ക് സംഭവിക്കുമോ? സംഭവിക്കും അല്ലേ. എന്തൊക്കെ സംഭവിക്കാം? അതിന് ടയർ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം, എൻജിൻ പണി വരാം അല്ലേ, എന്തെങ്കിലും പെയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വരാം, അല്ലെങ്കിൽ നോർമൽ സർവീസ് വരാം അല്ലേ. അപ്പോൾ എന്തായാലും ഒരു വണ്ടി ഒരു വർഷം ഓടുമ്പോൾ ഇത്രയും ചിലവ് വരും അല്ലേ. അതിന് നമ്മളൊരു എന്താ പറയുക ഒരു 16,000 രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ ഓക്കെ ഒരു ഡിപ്രീസിയേഷൻ ചാർജ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് വെക്കും. ഓക്കെ, നമ്മൾ ആ 15,000 രൂപ ടാക്സിക്ക് വേണ്ടി ചിലവാക്കുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3,60,000 മൊത്തം ഒരു വർഷം വരുമാനം കിട്ടി. അതിനകത്തു നിന്നാണ് നമ്മൾ 15,000 രൂപ വണ്ടിയുടെ ചെലവിന് വേണ്ടി കൊടുത്തത്. നമുക്ക് പറയാം 3,60,000 നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയാം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട്? ശരിക്കും നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചെന്നാൽ പറയാം, അയ്യോ 3,60,000 വണ്ടിപ്പണിക്ക് വണ്ടിപ്പണിക്ക് കൊടുത്ത് ബാക്കിയുള്ളതുണ്ട്. ആ ബാക്കിയുള്ളതാണ് റിയൽ ആക്ച്വൽ നമ്മുടെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ 3,60,000 നിന്ന് 15,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 3,00,000 എത്ര വരുന്നുണ്ട്? 45,000 രൂപ എന്ന് പറയുന്നതാണ് NNP അല്ലെങ്കിൽ NDP. ഇതാണ് റിയൽ വരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത്. നമ്മൾ GDP എത്ര ട്രില്യൺ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ശരി, അതിനകത്ത് ഡിപ്രീസിയേഷൻ ഉണ്ട്. ആ ഡിപ്രീസിയേഷൻ കുറച്ച് വരുന്നതാണ് നമ്മളുടെ ചിലവ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന വില എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഈ ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഓരോ റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുക ചെയ്യുന്ന ഓരോ വർഷവും. ഇപ്പം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇതുപോലൊക്കെയുള്ള മേഖലയിൽ ഡിപ്രീസിയേഷൻ ഗവൺമെൻറ് 40% ഒക്കെ ആക്കിയിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്തു നിന്നുള്ള വരുമാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ 40% ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് അവിടുത്തെ NDP അല്ലെങ്കിൽ NNP കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അവിടുത്തെയൊക്കെ 15% ഡിപ്രീസിയേഷൻ വരുന്നത്. പിന്നെ മോട്ടോർ വെഹിക്കിൾ കാറ് അല്ലെങ്കിൽ അതുള്ള മോട്ടോർ വെഹിക്കിളിൻ്റെ രംഗത്ത് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്ന 15% ആയിരിക്കും. അത് നമുക്ക് അതായത് മോട്ടോർ വാഹന രംഗത്ത് നിന്നുള്ള മൊത്തം വരുമാനത്തിനകത്തുനിന്ന് 15% കുറച്ചിട്ടെടുക്കുന്നതായിരിക്കും ആ രംഗത്തെ NDP അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ തീരുമാനിക്കുന്നവരാണ് ഇന്ത്യ ഗവൺമെൻറ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ NDPO അല്ലെങ്കിൽ NDP അല്ലെങ്കിൽ NNP ഓക്കെ ഇത് രണ്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല? ഒരു താരതമ്യ പഠനത്തിന് രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. കാരണം ഓരോ രാജ്യത്തെയും ഡിപ്രീസിയേഷൻ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ ഡിപ്രീസിയേഷൻ അല്ല ചൈനയുടേത്, ചൈനയുടെ ഡിപ്രീസിയേഷൻ അല്ല അമേരിക്കയുടേത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓരോ രാജ്യത്തിനും വ്യത്യസ്ത ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് തന്നെ ഈ NDP NNP പോലുള്ള ആ നാഷണൽ ഇൻകം മെഷർമെൻറ്റ്സ് നമ്മൾ രാജ്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറയുന്ന പോലെ ഒരു ടാക്സി ഡ്രൈവർ 3,60,000 രൂപ ഉണ്ടാക്കിയിട്ട് 15,000 രൂപയാണ് സർവീസ് കോസ്റ്റ് എന്ന് വിചാരിക്കാം. വേറൊരാളെ സംബന്ധിച്ച് ചിലപ്പോൾ 15,000 രൂപ ആയിരിക്കത്തില്ല സർവീസ് കോസ്റ്റ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം NDP NNP പോലുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് രാജ്യങ്ങളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാറില്ല. കാരണം ഡിപ്രീസിയേഷൻ ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആണേ? അപ്പം ഇനി നമുക്ക് പറയാമല്ലോ, അപ്പം മൊത്ത ദേശീയ ഉൽപ്പാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. തേയ്മാന ചെലവ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നികുതികൾ കുറയ്ക്കാനുള്ള ചെലവ് ആണോ? അല്ല. ഓക്കെ, പിന്നെന്താണ്? യന്ത്രങ്ങൾക്ക് മൂലധനത്തിനും സംഭവിക്കുന്ന മൂല്യനഷ്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിനൊക്കെ വരുന്ന നഷ്ടം, മൂല്യനഷ്ടത്തിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ യന്ത്രോപകരണങ്ങൾ, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ മുതലായവ പഴകി മൂല്യം നഷ്ടപ്പെടുന്നു. ഇതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ ചെലവാണ് തേയ്മാന ചെലവ്.
അടുത്ത നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് NNB കണക്കാക്കുന്നതിനുള്ള ആവശ്യമായ ഘടകം അല്ലാത്തത്? ഓക്കെ, നമുക്ക് വേണ്ടത് NNB കണക്കാക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. അതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട്? ഓക്കെ, ആ ഘടകങ്ങൾ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഉണ്ട് GNP. ഓക്കെ, NNB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പറഞ്ഞല്ലോ NNB ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ GNP നമുക്ക് വേണമല്ലോ. ഓക്കെ, അപ്പോൾ അതല്ലല്ലോ ആൻസർ വരുന്നത്. ഡിപ്രീസിയേഷൻ നമുക്ക് വേണമല്ലോ, അപ്പോൾ അതല്ലല്ലോ ആൻസർ വരുന്നത്. അറ്റ ഘടക വരുമാനം ഇത് നമുക്ക് ആവശ്യമുണ്ടോ NNB കണക്കാക്കാൻ? ഇല്ലല്ലോ. നെറ്റ് ഫാക്ടർ ഫ്രം ഇൻകം അത് വേണ്ടല്ലോ. അപ്പം നമുക്ക് ഇതാണ് വേണ്ടാത്തത്, അറ്റ ഘടക വരുമാനം. ഓക്കെ, NFI എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? GDPയെ GNB ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? NFI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നോക്ക്, ഞാൻ ആദ്യത്തെ ചോദ്യം കാണിച്ചു തരാം. നോക്ക്, ഇവിടെ GDPയെ GNB ആക്കാൻ വേണ്ടിയിട്ടാണ് NFI ഉപയോഗിക്കുന്നത്. അത് NNB ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എന്നാൽ NNB കണക്കാക്കാൻ ആവശ്യമായത് GNBയും ഡിപ്രീസിയേഷനും മാത്രമാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. അടുത്ത നിങ്ങൾ ഈ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു ടേമാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ മൊത്ത മൂല്യവർധന എന്ന് പറയും. ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ മൊത്ത മൂല്യവർധന എന്താ നമുക്ക് നോക്കാം. ഒരു ഉൽപാദന മേഖലയിൽ നമ്മൾ കുറേ സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഇങ്ങനെ പല സെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഉൽപാദന മേഖലയിൽ നിർമ്മിച്ച വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്ത മൂല്യത്തിൽ നിന്ന് ഇടനില വസ്തുക്കളുടെ മൂല്യം കുറച്ചാൽ ലഭിക്കുന്നതാണ് മൊത്ത മൂല്യ വർധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാധനവും സേവനം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിയെന്ന് കരുതുക. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ കുറേ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിച്ച് അതിൻ്റെ മൂല്യം എല്ലാം കൂടെ കൂട്ടി, അതിനാണ് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ, ഇടനില വസ്തുക്കളുടെ മൂല്യം നമ്മൾ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടുന്നു. അതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പാദിപ്പിച്ച മുഴുവൻ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യം. അതാണ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് അതാണ് ഔട്ട്പുട്ട് വാല്യൂ. ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനില ഉപഭോഗം, അതായത് ഉൽപ്പാദനത്തിനായി ഉപയോഗിച്ച മറ്റ് വസ്തുക്കളുടെയും സാധനങ്ങളുടെയും മൂല്യം. നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്നൊക്കെ ഇടനിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ വാല്യൂ കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്കൊരു ഉദാഹരണം തന്നെ നോക്കാം. ഓക്കെ, ഒരു കൃഷി മേഖല, ആ അഗ്രികൾച്ചർ സെക്ടറിൽ മൊത്തം 100 കോടി രൂപയുടെ ഉൽപ്പാദനം വന്നു എന്ന് കരുതുക. ഇപ്പം ഗവൺമെൻറ് പറയുകയാണ്, ഓക്കെ, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ 100 കോടി രൂപയുടെ അഗ്രികൾച്ചർ ഔട്ട്പുട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഗവൺമെൻറ് പറയുന്നു. ഓക്കെ, 100 കോടി ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ, സെറ്റാണേ. അപ്പം പക്ഷേ ആ 100 കോടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 40 കോടി രൂപയോളം വിത്തിനായിട്ടും വളത്തിനും ഇന്ധനത്തിനും ഒക്കെ ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ അത് 40 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് 100 കോടി രൂപ ഉൽപ്പാദിപ്പിച്ചത്, 100 കോടി രൂപ മൂല്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചത്. ഓക്കെ, അപ്പം ആ 100 കോടിയിൽ നിന്ന് നമ്മൾ ചിലവാക്കിയ 40 കോടി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 60 കോടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? സെറ്റാണ്? മനസ്സിലായോ? അപ്പം ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതാണ് ആക്ച്വൽ വാല്യൂ, നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് വേണം നമുക്ക് പറയാം. അതാണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. കാരണം ചിലവാകുന്നതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് മൊത്തം കിട്ടിയതിനകത്തുനിന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ഇറങ്ങിയിട്ടുണ്ട്, അതുവരെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്നു പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ്. ക്ലിയർ? ഓക്കെ, ഇനി മറ്റൊന്നാണ് നെറ്റ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പോഴും നമ്മൾ ഗ്രോസിനകത്തുനിന്ന് നെറ്റ് കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ഒരു ഫോർമുല പറഞ്ഞത്? ഗ്രോസിനകത്തുനിന്ന് നെറ്റ് കണ്ടുപിടിക്കാൻ ഗ്രോസിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ നെറ്റ് കിട്ടും, അല്ലേ? നമുക്കിനി നോക്കാതെ ഒരു മേഖലയിലെ മൊത്തം മൂല്യവർധന, അതായത് GVA ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന്
തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ചാൽ ലഭിക്കുന്നതാണ് അറ്റമൂല്യവർധന. അപ്പം GVA മൈനസ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു നെറ്റ് വാല്യൂ ആഡഡ്. ഓക്കെ, അപ്പം NVA ഈക്വൽ ടു GVA മൈനസ് ഡിപ്രീസിയേഷൻ. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ഷോർട്ട് കട്ടിലൂടെ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. G മൈനസ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു N. ഓക്കെ, ഉദാഹരണം വെച്ച് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ കൃഷിയുടെ തന്നെ അവസ്ഥ എടുക്കാം. 100 കോടി രൂപ എന്താണ് GVA എന്ന് കരുതുക. ഓക്കെ, 100 കോടി രൂപയാണ് ഗ്രോസ് വാല്യൂ ആഡഡ്. ഓക്കെ, അതിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ അതിനകത്ത് വേണ്ടിയിട്ട് ഉപയോഗിച്ച, അപ്പോൾ ആലോചിക്കുക, മൊത്തം ഔട്ട്പുട്ട് അല്ല ഞാൻ പറയുന്നത്, മൊത്തം ഔട്ട്പുട്ട് നമുക്കൊരു 150 കോടി എടുക്കാം. 150 കോടിയാണ് കൃഷി മേഖലയിൽ നമുക്ക് മൊത്തം കിട്ടിയ പൈസ എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തൊരു 50 കോടി രൂപ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചിലവായി? വളവും ഒക്കെ, വളം, ഇന്ധനം ഒക്കെ വാങ്ങാൻ വേണ്ടി 50 കോടി രൂപ ചിലവായി. അപ്പം നമുക്ക് നമ്മുടെ GVA എത്ര വരും? 150 മൈനസ് 50, 100 കോടി രൂപ വന്നു. 100 കോടിയാണ് നമ്മുടെ ഗ്രോസ് വാല്യൂ ആഡഡ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പൈസ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അവിടെ ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച എന്തെങ്കിലും മെഷീനറീസോ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾക്ക് തേയ്മാനം വന്നിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് പുതിയത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറേ പൈസ കയ്യിൽ നിന്ന് ചിലവായി എന്ന് വിചാരിക്കുക, ഡിപ്രീസിയേഷൻ. അപ്പോൾ ആ 100-നകത്തുനിന്ന് 10 കൂടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ പോകുന്ന പോക്ക് കണ്ട ആദ്യം GVAയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NVA. ഓക്കെ, GVA എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ GVA കിട്ടുന്നത്? നമുക്ക് മൊത്തം ടേൺ ഓവർ എത്രയാണോ അതിൽ നിന്ന് നമുക്ക് ചിലവായ പൈസ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് GVA കിട്ടുന്നത്. സെറ്റാണേ? ക്ലിയർ ആണേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വർദ്ധിത മൂല്യം അല്ലെങ്കിൽ നെറ്റ് വാല്യൂ ആരുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നെറ്റ് കിട്ടാൻ Gയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ എന്താണ്? BLA മൊത്ത വർദ്ധിത മൂല്യം GVA മൈനസ് തേയ്മാനം. തേയ്മാനം കൂട്ടുമല്ലല്ലോ, GDP കുറയ്ക്കുമല്ലല്ലോ, NIT അല്ലല്ലോ. അപ്പം തേയ്മാനമല്ലേ കുറയ്ക്കുന്നത്. അപ്പം മൊത്ത വർദ്ധിത മൂല്യത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ അറ്റവർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. ക്ലിയർ? നെറ്റ് വാല്യൂ ആഡഡ് NVA ഈക്വൽ ടു GVA മൈനസ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആണേ? സെറ്റാണേ? അടുത്ത് നോക്കാം. അടുത്ത 2 ടേമാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും. രണ്ടും നമുക്ക് നോക്കാം. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളൊരു വാക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു നിശ്ചിത കാലയളവിൽ, അതായത് ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷത്തിൽ പുതിയ മൂലധന വസ്തുക്കൾ, അതിൽ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്നതിനും പഴയവയെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ട് ചെലവഴിച്ച മൊത്തം തുകയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു സാമ്പത്തിക വർഷം, അന്നത്തെ ആ സാമ്പത്തിക വർഷത്തെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ പുതിയ മെഷീൻസ് മേടിച്ചു? ഓക്കെ, ന്യൂ മെഷീൻസോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂ ബിൽഡിങ്, ഇങ്ങനെ കുറേ ന്യൂ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിക്കുമല്ലോ, അതിനു വേണ്ടി ചിലവാക്കുന്ന തുക പ്ലസ് പുതിയത് വാങ്ങാനുള്ള തുക പ്ലസ് ഓൾഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് അത് മാറ്റിയിട്ട് പുതിയത് മേടിക്കാൻ. ഓക്കെ, അതായത് പുതിയതായിട്ട് മേടിക്കാൻ. ഇപ്പോൾ ഒരെണ്ണം ഇല്ല, അത് പുതിയതായിട്ടൊരെണ്ണം മേടിക്കണം. പഴയതൊരെണ്ണം മാറ്റിയിട്ട് പുതിയതൊരെണ്ണം മേടിക്കണം, അല്ലെങ്കിൽ പഴയത് റിപ്പയർ ചെയ്യണം, ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എത്ര രൂപ ചിലവാക്കുന്നു, അതിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് തൽക്കാലം അത് ആ ഇക്വേഷൻ അങ്ങനെ നിൽക്കട്ടെ. ഇക്വേഷനിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ സംഗതി മനസ്സിലാകും. ഇപ്പം നമ്മൾ ഒരു കമ്പനി തന്നെ എടുത്ത് നോക്കുക. ഒരു വർഷം ഒരു കമ്പനി ഒരു പുതിയതായിട്ടൊരു മെഷീൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ പഴയ ഏതെങ്കിലും മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് വേറെണ്ണം മേടിക്കാം. അപ്പോൾ രണ്ടും രണ്ട് തരമാണ്. ഓക്കെ, രണ്ടിനും ചിലവാകുന്ന പൈസ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഒരു വർഷത്തിലൊരു കമ്പനി 100 കോടി മൂലധന വസ്തുക്കൾ നിക്ഷേപിച്ചു. ഓക്കെ, അതിൽ 20 കോടി പഴയ യന്ത്രങ്ങൾ പുനഃസ്ഥാപിക്കാനാണ്. ഓക്കെ, എന്താ പറയുന്നത് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, ഈ 100ഉം നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ആ 100 കോടി അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ക്ലിയർ?
നമുക്ക് ഇക്വേഷനിലേക്ക് പിന്നെ വരാം. അടുത്താണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു നിശ്ചിത കാലയളവിൽ, അതായത് ഒരു വർഷം, പുതിയ മൂലധന വസ്തുക്കളിൽ വരുത്തിയ യഥാർത്ഥ വർധനയാണ് അറ്റ നിക്ഷേപം എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. അത് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പുതിയതിനും പഴയത് വാങ്ങാനും അല്ലെങ്കിൽ പഴയത് മാറ്റി വാങ്ങാനും ഒക്കെ ചിലവഴിച്ചതിനാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം നിക്ഷേപം 100 കോടിയാണ്. അതിനകത്തുനിന്ന് പഴകിയ യന്ത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 20 കോടി രൂപ നമ്മൾ ചിലവഴിച്ചു എന്ന് വിചാരിക്കാം. അതിനാണ് നമ്മൾ 20 കോടി നമ്മൾ ചിലവാക്കിയല്ലോ, മൊത്തം നമ്മൾ 100 കോടി രൂപ ചിലവാക്കി. അതിൽ നിന്ന് പഴകിയ സാധനങ്ങളൊക്കെ മാറി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 20 കോടി അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ നെറ്റെന്ന് പറയുന്നത് എന്താണ്? ആ 100 കോടിയിൽ നിന്ന് നമ്മൾ 20 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 80-നെയാണ് നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മൾ മൊത്തം 100 കോടി ചിലവാക്കിയതിനകത്തുനിന്ന് 20 കോടി രൂപയോളം നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കി? പഴയ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കി. അപ്പം ഗ്രോസ് 100-ഉം നെറ്റ് എന്ന് പറയുന്നത് 80-ഉമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഇനി നമുക്ക് പഴയ ഇക്വേഷനിലേക്ക് വരാം. ഗ്രോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗ്രോസ് എന്ന് വെച്ചാൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള യഥാർത്ഥമുള്ളതും അതിനോടൊപ്പം ഡിപ്രീസിയേഷന് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസ കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഗ്രോസ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളൊരു കമ്പനി നടത്തുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക നിങ്ങളുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട എത്രയാണ്? നിങ്ങൾ പുതിയ എന്തെങ്കിലും മെഷീൻസ് മേടിക്കാൻ വേണ്ടി ചിലവാക്കിയ തുകയും പിന്നെ നിങ്ങൾ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് എത്ര ചിലവാക്കേണ്ടി വന്നു, അതോടെ കൂട്ടുമ്പോഴാണ് ഗ്രോസ് വരുന്നത്. ഇപ്പം നെറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് എത്രയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 100 കോടിയിൽ നിന്ന് ഡിപ്രീസിയേഷന് വേണ്ടി കൊടുത്തത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഒരു ചോദ്യം നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആക്കാം. അറ്റ നിക്ഷേപം അല്ലെങ്കിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ്? മൊത്ത നിക്ഷേപം പ്ലസ് തേയ്മാനം, മൊത്ത നിക്ഷേപം മൈനസ് തേയ്മാനം, പുതിയ നിക്ഷേപം, സർക്കാർ നിക്ഷേപം, ഇത് രണ്ടുമല്ല. ഓക്കെ, അതായത് മൊത്ത നിക്ഷേപത്തിൽ നിന്ന്, അതായത് നമ്മളുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുനിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, മൊത്ത നിക്ഷേപം മൈനസ് തേയ്മാനം എന്ന് പറയുന്നതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത് ഒരു വർഷത്തിൽ യഥാർത്ഥമായി വർദ്ധിച്ച മൂലധനത്തിൻ്റെ അളവാണ്. ഇതാണ് യഥാർത്ഥ മൂലധനം. എത്ര വർധനമുണ്ടായി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നെറ്റ്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പം നമ്മളിന്ന് നാഷണൽ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട 2ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് അറിയിക്കുക നമ്മളെ. ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയുക. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലാസ്സുകൾ കൂടുതൽ ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു രീതി ചേഞ്ച് ചെയ്യാനും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലാണ് നിങ്ങളുടെ കമൻറ്റുകളെന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ക്ലാസ്സുകൾക്ക് അത്യാവശ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കൂടുതൽ ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതുപോലെ തന്നെ ചോദ്യം കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പം HSS സോഷ്യൽ സയൻസ് പോലെ മാത്രമല്ല, ഇപ്പോൾ UPSC പരീക്ഷ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കേരള PSC പരീക്ഷ ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എഫേർട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ. സോ നിങ്ങൾ നന്നായിട്ട് ഈ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മളോട് പറയുക. പിന്നെ ഇത് നല്ല ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.